ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി പബ്ബ ഭയഭക്തി ബഹുമാനം. അപ്പം ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പബ്ബ എന്നത്. അപ്പം അതിൻ്റെ ഗ്ലിംസ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 27-ന് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ആദ്യം 6 മണിക്ക് വരുമെന്ന് ആയിരുന്നു അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. പിന്നെ വളരെ വൈകി 9 മണിക്ക് ശേഷമാണ്, ഏകദേശം ഒരു 9:15 തോന്നുന്നു അതിൻ്റെ ഗ്ലിംസ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടപ്പോൾ. അപ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഒരു സിനിമകളിൽ ഒന്നാണ് ഈ ഒരു സിനിമ എന്നത്. കാരണം ദിലീപേട്ടനും ലാലേട്ടനും കൂടെയുള്ള ഒരു കോമ്പിനേഷന്, അതോടൊപ്പം ഇതിൻ്റെ ഓരോരോ എന്തായിക്കോട്ടെ, ടീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോരോ അപ്ഡേറ്റുകൾ പുറത്ത് വരുമ്പോൾ തന്നെ ഹൈപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു പറയാം. കാരണം നല്ലൊരു ഹൈപ്പ് കൂടി, അല്ലെങ്കിൽ ഈ വർഷത്തെ മോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിനിമകളിൽ ഒന്നാണ് ഈ ഒരു സിനിമ എന്നത്. ഇതിൻ്റെ റിലീസ് ഡിസംബർ 18-നാണ്. അതായത് ക്രിസ്മസ് റിലീസായിട്ടാണ് ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിസംബർ 18-നാണ് ചിത്രം തിയേറ്ററിലേക്ക് വരുന്നത്. വെയിറ്റിംഗ് ആണ് കാണുവാനായിട്ട്. ഹൈപ്പ് ഇങ്ങനെ വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് എൽ ഫാക്ടറാണ്, ലാലേട്ടൻ ഫാക്ടർ. അതോടൊപ്പം ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നല്ലൊരു ഹിറ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം വരുന്ന ദിലീപ് സിനിമ, അതോടൊപ്പം ദിലീപേട്ടൻ്റെ ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എവിടേക്കോ വാളയാർ പരമശിവം കാര്യങ്ങളൊക്കെ തോന്നിച്ചത് കൊണ്ട് തന്നെ ഒരു ആക്ഷൻ സിനിമ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ദിലീപേട്ടൻ്റെ ഒരു ആക്ഷൻ സിനിമ. അപ്പോൾ എല്ലാം കൊണ്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്ര ഹൈപ്പ് കൂടുവാനായിട്ടുള്ള കാരണം എന്നത്. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ലാലേട്ടൻ ദിലീപേട്ടൻ കോംബോ തന്നെയാണ് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതോടൊപ്പം വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്. അപ്പോൾ പുറത്ത് വരുന്ന ഓരോ അപ്ഡേറ്റുകളും ഇങ്ങനെ ഹൈപ്പ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരികയാണെന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഇടയ്ക്കൊരു അപ്ഡേറ്റ് ഇങ്ങനെ കേട്ടു, മണിച്ചേട്ടൻ്റെ പാട്ട് ദിലീപേട്ടൻ ഒരു ഫൈറ്റ് സീനിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോണയാണെന്നൊക്കെയാണ് പറയുന്നത്, പടം ഇറങ്ങിയാൽ അറിയാം. അപ്പോൾ അതും വീണ്ടും ഹൈപ്പ് ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണെന്ന് പറയാം. ഏതായാലും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ, അല്ലെങ്കിൽ ഉത്സവ ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു സിനിമയായിരിക്കുമെന്നാണ് അതിൻ്റെ അണിയർ പ്രവർത്തകരൊക്കെ പറയുന്നതും പുറത്തു വരുന്നതും. ഓരോരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ധ്യാൻ്റെയൊക്കെ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ഒരു പ്രതീതിയാണ് തോന്നുന്നത്. എല്ലാവർക്കും സിനിമയുടെ മേൽ അത്രയ്ക്ക് ഹോപ്പാണ്. ഇപ്പം ഗ്ലിംസിലേക്ക് വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു, ദിലീപ് ഏട്ടനെ ഈ ഒരു എനർജറ്റിക് അല്ലെങ്കിൽ നല്ലൊരു എനർജി ഉള്ളൊരു ക്യാരക്ടറിൽ കാണുവാൻ സാധിച്ചത്. എനിക്കൊന്ന് കിങ് ലെയർ 2 കൺട്രീസ് ആ ഒരു ടൈം 2015-14 ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു ഇതിനു മുമ്പ് ഇത്ര എനർജറ്റിക് ആയിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടുന്നത് തോന്നുന്നു. ഫുൾ പോസിറ്റീവ് വൈബിൽ, ഫുൾ പൊളി വൈബിലാണ് അദ്ദേഹം ഇതിൽ ആ ഒരു ഗ്ലിംസിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ടീസറിലും അങ്ങനെ തന്നെയായിരുന്നു. അവസാനം അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നുള്ള ഡയലോഗോട് കൂടി ലാലേട്ടൻ്റെ ആ ഒരു പ്രസൻസും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഏതായാലും ഡിസംബർ 18-നാണെന്ന് തോന്നുന്നു റിയൽ അഴിഞ്ഞാട്ടം എന്ന് തോന്നുന്നു. ഏതായാലും എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. നല്ലൊരു ഗ്ലിംസാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ന്യൂസ് കൂടെ കേട്ടു, ഷാൻ റഹ്മാനെ മാറ്റിയിട്ട് ജാക്സ് വിജോയെ മ്യൂസിക് ഡയറക്ടർ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടു. ഏതായാലും വളരെ നല്ലൊരു ഹൈപ്പ് നൽകുന്നൊരു ഗ്ലിംസും ആണ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. അതായത് ഒരു പക്ക തിയേറ്റർ വൈബ് മെറ്റീരിയൽ, ഓളം വെക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നൊരു ലെവലാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഏതായാലും ഡിസംബർ 18-നായിരിക്കും റിയൽ അഴിഞ്ഞാട്ടം എന്നതിൽ യാതൊരു സംശയമില്ല. 2 ആരാധകർക്കും, ലാലേട്ടൻ ആരാധകർക്കും ദിലീപേട്ടൻ ആരാധകർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.